47 വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പുനലൂരാണ്. പുനലൂർ ഫാമിലിയായിട്ട് വന്നതാണ്. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പുനലൂർ ഫെസ്റ്റ് നടക്കുന്നത് ഒന്ന് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പുനലൂർ നമ്മളിപ്പം വന്ന് ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി വാഷ്റൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെയും ബാക്കിയോ നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷപ്പായി അതിനുശേഷം ഫെസ്റ്റിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിനടുത്തുള്ള ഒരു HP പമ്പിൽ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളൊന്നും പോകുന്ന വഴിയിലുള്ള എടുക്കാൻ പറ്റത്തില്ല. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അവിടെ എന്തൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ പാർക്കിംഗ് എന്ന് പറയുന്നത്. വരുമ്പോൾ തന്നെ നമുക്ക് താഴെയായിട്ട് പാർക്കിംഗ് അവൈലബിൾ ആയിരുന്നു. ഏകദേശം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വണ്ടികളോ കാര്യങ്ങളൊന്നുമില്ല. പാർക്കിങ്ങിന് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ അവിടെ കൊണ്ടിട്ടത്. ഏകദേശം അതിൻ്റെ ഒരു പാർക്കിംഗ് ഫീ ആയിരുന്ന 30 രൂപയാണ് കാർ പാർക്കിങ്ങിനായിട്ട് വാങ്ങിയത്. എന്തായാലും റീസണബിൾ റേറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു അൺഫോർച്യുനേറ്റ്ലി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഉള്ളായിരുന്നു, അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞായറാഴ്ച വരെ ഉള്ളായിരുന്നു നമ്മളെ ഈ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത്. 14-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. നമ്മളെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് നേരെ അപ്പം നമുക്ക് അങ്ങോട്ട് കയറാം. എന്തൊക്കെയാണ് അകത്ത പരിപാടികളും കാര്യങ്ങളും നമുക്ക് കൊല്ലത്തിൽ എത്ര അടിപൊളിയാണോ എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്കിവിടെ ടിക്കറ്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ള ഷെഡ്യൂൾ ചെയ്ത് ഞാൻ പിന്നീടാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14 അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഏകദേശം സമയം എന്ന് പറയുന്നത് ഒരു 4-4:30 സമയമായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. നമുക്ക് അകത്ത് കയറുന്നതിന് ടിക്കറ്റ് ഉണ്ട്. ഏകദേശം ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ക്യാഷും GPayയും അവിടെ റിസീവ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തു. അതിനുശേഷം കയറാനുള്ള ഒരു എൻട്രൻസ് ആണിത്. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് നല്ല റഷ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം അവിടെ ഈ ഒരു സമയമൊക്കെ ആയിട്ടും വലിയ റഷോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ അകത്ത് കയറി. സെയിം സംഭവം തന്നെയാണ്. നമ്മളിവിടെയൊക്കെ ഉള്ള അതേ ഒരു രീതിയിലാണ് അവർ സീക്വൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു വെറൈറ്റി ഉള്ള സംഭവം നമ്മളെ കുരിയോട്ട് മലയിലെ ആ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചു. നമുക്ക് ഗിനിപ്പന്നികളെയും അതുപോലെ കൊച്ചു ഈ മീനും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ കാണാനായിട്ട് സാധിച്ചു. നമ്മൾ ഫാം ഫെസ്റ്റിൻ്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ട അതേ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിച്ചത്. പിന്നെ നമുക്ക് 2 സൈഡിലുമായിട്ട് ഗ്രില്ല് വെച്ച് തിരിച്ചിട്ടാണ് ഈ ഒരു എന്താ പറയുന്നത് അതിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടോയ്സുകളാണ് പല സ്ഥലങ്ങളിലും ടോയ്സുകളും അതുപോലെ തന്നെ നമ്മളെ ഫാൻസി ഐറ്റംസിൻ്റെ ഷോപ്പുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കളർഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ പാർട്ടീഷൻ ചെയ്ത് തിരിച്ചേക്കുന്ന നടുക്കൂടെ സെൻട്രൽ കൂടെ ഒരു കമ്പി വേലി പോലത്തെ സംഭവം വെച്ചിട്ട് ഫെൻസ് കാണാത്തൊരു സംഭവം വെച്ചിട്ടാണ്. പിന്നെ വെറൈറ്റി ആയിട്ട് വന്നതാണ് ഈ ലേഡീസിൻ്റെ ഐറ്റംസും. ഇത് രണ്ടുമാണ് നമ്മൾ ആ ഒരു മേളയിലെ മെയിൻ താരങ്ങളെന്ന് പറയുന്നത്. ഇവരുടെ ഈ ടോയ്സും അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഐറ്റംസും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു അത്തറിൻ്റെ ഒരു സെക്ഷൻ, അതായത് പലതരത്തിലുള്ള ഫ്രാഗ്രൻസിൻ്റെ ഒരു സെക്ഷനും ഒക്കെ ആയിട്ട് നമുക്ക് പക്ഷേ കുറച്ച് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കൺജഷൻ ഫീൽ ചെയ്തു. കാര്യം മറ്റൊന്നുമല്ല, ഈ നടുക്കൂടുള്ള ഒരു ഫെൻസിങ് ആയതുകൊണ്ട് തന്നെ 2 സൈഡിൽ നല്ല തിക്കും തിരക്കുമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. പിന്നെ കമ്മലിൻ്റെ ഒരു കളക്ഷൻ, അതിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാവേ. കമ്മലും നല്ല രീതിയിൽ കമ്മലിൻ്റെ നല്ല ഹ്യൂജ് കളക്ഷൻ ഉണ്ട്. അൺഫോർച്യുനേറ്റ്ലി നമുക്കത് ഷോ കഴിഞ്ഞു. ഞാനും അത് അറിഞ്ഞിരുന്നില്ല ഞായറാഴ്ച വരെ ഷോ കാണൂ എന്നുള്ളത്. അവിടം വരെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടുന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് പുനലൂർ. അങ്ങനെ നമ്മൾ മറ്റൊരു ആവശ്യത്തിന് പോയപ്പോൾ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കാണാത്തവർക്ക് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്നുകൂടെ കാണാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടും. പോകാനുള്ള പരിപാടി കഴിഞ്ഞില്ലേ, അത് ഓൾറെഡി കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്കിനി പോയി എടുക്കാനുള്ള പർച്ചേസ് ചെയ്യാനുള്ള സംഭവമൊന്നും നമുക്കിനി നടക്കത്തില്ല. ഇനി അടുത്ത വർഷത്തേക്ക് നമുക്ക് കാണാം. അപ്പോൾ പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ കിച്ചൺ ഐറ്റംസൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പിന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അതും നമ്മളെ പ്ലാസ്റ്റിക്കിനകത്ത് ഉള്ളതും മെറ്റലിൻ്റെ അകത്തുള്ളതും പലതരത്തിലുള്ള പിച്ചാത്തികളും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, അതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാം ഇങ്ങനെ നമുക്ക് എന്താ പറയുന്നത് ചെറിയൊരു ഹോളിൽ ഇതിങ്ങനെ ഒരു പോലെ Z കണക്കിങ്ങനെ വരച്ച് എന്താ നമ്മളെ പസിലൊക്കെ കളിക്കത്തില്ല, അതുപോലത്തുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്കവിടെ കാണാനുള്ള കാഴ്ചകൾ. അങ്ങനെ നമ്മൾ കറങ്ങിയാണ് ഇതെല്ലാം കണ്ടത്. പിന്നെ ഗ്ലാസ് 4 ഗ്ലാസ് 100 രൂപ എന്നുള്ളൊരു നമ്മളെ ഈ ചായ ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനെയാണ് അത് കുറച്ചാണ്. പിന്നെ വെറൈറ്റി ആയിട്ട് വന്നൊരു ഗ്ലാസ്സാണിത്, നമ്മളെ മീശയൊക്കെ വെച്ച സംഭവം വന്നേക്കുന്നത്. അതും ഒരു ബഞ്ച് ഓഫ് സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡിഫറെൻറ്റ് ടൈപ്പ് കോഫി കുടിക്കുന്ന കോഫി കപ്പുകളുണ്ടല്ലോ,
അതും ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. പിന്നെ അടുത്ത സെക്ഷൻ എന്നാൽ നമുക്ക് അച്ചാറാണ്. അറിയാലോ, അച്ചാറിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോഴേ നമ്മളെ വായിലൊക്കെ വെള്ളം നിറയും ഓട്ടോമാറ്റിക്കായിട്ട്, അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു ചേച്ചി ഇരുന്ന് വരച്ച പിന്നെ ഈ കാർട്ടൂൺ പോലുള്ള, അതുപോലെ ഈ വാൾ എന്താ പറയുക, ദൈവങ്ങളുടെ ഫോട്ടോസും, അതിനൊരു പേര് പറയും, അത് ഞാൻ മറന്നു എന്താ സംഭവം എന്നുള്ളത്. അത് അറിയാമെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ലൈവ് ഫോട്ടോ പ്രിൻറ്റിങ്, ഇതെല്ലാം നമ്മൾ ഏകദേശം കൊല്ലത്തുമായിട്ടുള്ള ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നമ്മളെ കൊല്ലത്തുമായിട്ടുള്ള ഷോസിനകത്തുള്ളതിനകത്തുള്ള സംഭവങ്ങളാണ്. പിന്നെ ചെരുപ്പുകളായാലും 100, നമുക്കിവിടെ 50 രൂപയാണ്, ഇതവിടെ 100 രൂപയ്ക്കാണ് ഇത് ചെയ്യുന്നത്. അത്യാവശ്യം അവിടെയും തിരക്കും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. ബാഗുകളായാലും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സെയിം സംഭവങ്ങളാണ്. പക്ഷേ എനിക്കിവിടെ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഏരിയ കുറച്ച് കുറവായിട്ടുള്ളത് തോന്നി. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അകത്ത് ഭയങ്കരമായിട്ട് കൺജഷൻ ആവുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ ഓടി ഇറങ്ങി പോകാനുള്ളൊരു സംഭവമുണ്ട്, പക്ഷേ അവിടെ അത് കുറവാണ്. പിന്നെ പലതരത്തിലുള്ള മുട്ടായികൾ, നമ്മളെ കുഞ്ഞുനാളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പലതരത്തിലുള്ള കാക്കപ്പഴം പോലുള്ള കുഞ്ഞു കുഞ്ഞു മുട്ടായികളും, പിന്നെ പല തരത്തിലുള്ള നമ്മളെ ഈ സിഗരറ്റ് മുട്ടായി, അതല്ല ജെംസിൻ്റെയൊക്കെ പലതരത്തിലുള്ള ഐറ്റംസുകളായാലും, ഈ പുളിമുട്ടായി തന്നെ പല രീതിയിൽ പിന്നെ പാക്ക് ചെയ്തേക്കുന്ന ഐറ്റംസൊക്കെയാണ്. അപ്പോൾ നമുക്ക് കൊച്ചു നാട്ടിലെ കുറച്ച് ഓർമ്മകളൊക്കെ നമുക്ക് പെട്ടെന്ന് വരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതാണ് ആ ഒരു മുട്ടായികളൊക്കെ എന്ന് പറയുന്നത്. ഈ ജാമും സ്കൂൾ ഗ്യാസ് മുട്ടായികളും അങ്ങനെയൊക്കെയുള്ള പല പല മുട്ടായികളും. പിന്നെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഹൽവ, കോഴിക്കോടൻ ഹൽവ, നമ്മളവിടെ നിന്ന് പിന്നെ കുറച്ച് എന്താ പറയുക ഗോതമ്പ് ഹൽവ വാങ്ങിക്കുകയുണ്ടായി. അതും എല്ലാ സാമ്പിൾസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു വരുന്നവർക്ക് തന്നെ. നമുക്ക് ഈ ഒരുപാട് ആൾക്കാരെ എടുക്കാൻ പറ്റാത്ത കാര്യം, ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഫ്രണ്ടിൽ കൂടെ കവർ ചെയ്ത് പോകും, അതെല്ലാം ഫാമിലി ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാണ് ഒരുപാട് ക്ലിപ്പിനകത്ത് ചെറിയ ചെറിയ ക്ലിപ്പ് അത് ആഡ് ചെയ്യുന്ന കാര്യം അതാണ്. പിന്നെ ഇത് നമ്മളെ ഈ വേസ്റ്റ് മുട്ടായി എന്നുള്ള രീതിയിൽ നമ്മൾ കൊല്ലം ഈ ക്രിസ്ത്യൻ സ്കൂളിൻ്റെ അടുത്തൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അവിടെ മുട്ടായി കടയിൽ ഈ എന്ന മുട്ടായിയുടെ വേസ്റ്റ് എല്ലാം കൂടെ കട്ട് ചെയ്ത് വരുന്ന ഭാഗം, അതായത് തിന്നാൻ കൊള്ളാവുന്ന തന്നെയാണ്, അങ്ങനെ ഒരു സംഭവം പല മുട്ടായുടെ മിക്സർ പോലൊരു സംഭവം ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മളെ ഹിന്ദി നമ്മളെ അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്ന് തോന്നുന്നു, അവരുടെ തന്നെ എന്താ പറയുന്ന ഈ മൊബൈലിൻ്റെ പരിപാടികൾ, അതായത് ഗ്ലാസ് സ്ക്രീൻ ഗാർഡുകളായാലും പലതരത്തിലുള്ള ഫാൻസി പൗച്ചുകളായാലും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അത് എന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഈ സ്റ്റോളുകളുള്ളത് ഏകദേശം 60 സ്റ്റോളുകളാണ് അവർ പറയുന്നത്. ഈ 60 സ്റ്റോളുകളിൽ ഏകദേശം ഒരു 30 സ്റ്റോളാണ് 30 സ്റ്റോളുകളും നമുക്ക് ഈ ഒരു ഫാൻസി ഐറ്റംസ്, ലേഡീസിൻ്റെ ഐറ്റംസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. മിക്കവാറും എല്ലാവരുടെ അടുത്തും ഈ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ട്. ലേഡീസിൻ്റെ പല പല സ്ലൈഡ്സും ക്യൂടെക്സുകളും പിന്നെ മാലകളായാലും എല്ലാം. ഇതൊരു വെറൈറ്റി മാല, ഇതൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല. അത് അത്യാവശ്യം മുത്തുമാല അതിനകത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെയുള്ള കമ്മലുകളും അത് കൊള്ളായിരുന്നു. അത് ഒരു പീസ് 50 രൂപ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. അതും നമ്മൾ വൈഫിന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളും അതെടുക്കുകയുണ്ടായി. അതാ ഇതിൻ്റെ ഒരു കൺജഷൻ കണ്ടോ, നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് ഫാമിലീസ് വരും. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ കൂടുതലും വീഡിയോ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്താഞ്ഞത്. അത്യാവശ്യം നേരം പോകുന്നതനുസരിച്ച് തന്നെ തിരക്കും കൂടി വന്നു. നമ്മൾ ഓരോ സ്ഥലത്തും പതുക്കെ നിന്ന് കാര്യങ്ങളൊക്കെ കണ്ടു. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, കുഞ്ഞാവയും കൂടെ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം ഒറ്റ സ്ട്രെച്ചിൽ നടക്കുന്ന കാര്യം പോസിബിളല്ല. അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. ഫാമിലിയായിട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഓടിപ്പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിനും വൈഫിനും ഈ പറയുന്ന കണക്കുള്ള മാലയും കമ്മലും ഒക്കെ വേണമെന്ന് കരുതി ഞാൻ പിന്നെ കുഞ്ഞാവയായിട്ട് ഞാനിരുന്നു. അദ്ദേഹം പോയി പർച്ചേസും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് ഈ ഒരു ഏരിയയിലോട്ടൊന്നും നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല, അമ്മാതിരി തിരക്കായിരുന്നു ലേഡീസിൻ്റെ. അത് കാരണം ദൂരെ നിന്നൊന്ന് ഷൂട്ട് ചെയ്തിട്ട് വന്നത്. ഇതും ഈ ഫാൻസി ഐറ്റംസ് ആണ്. ഇവിടെയൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ റഷ് ഫീൽ ചെയ്തത്. കാരണം പിന്നെ കൂടുതൽ അടുത്തോട്ട് പോയില്ല, ദൂരെ നിന്ന് തന്നെ വീഡിയോ എടുത്തു. അപ്പോൾ ഇതിപ്പോൾ മിസ് ചെയ്ത ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുള്ളാവും. വന്ന് അതല്ല ഈ ഒരു പുനലൂർ എന്ന സ്ഥലത്ത് ഇല്ലാത്ത ആൾക്കാരും ആ ഒരു ഏരിയ ഒന്ന് കാണാനും ഒക്കെ ഉള്ളൊരു ചാൻസാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഷോ കഴിഞ്ഞു പോയി. എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് അന്നത്തെ ദിവസം പോയി ഇത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. ഞാൻ അടുത്ത ആഴ്ച പോകാമെന്നുള്ള രീതിയിലൊക്കെ ഇരുന്നായിരുന്നു, പക്ഷേ അന്നായിരുന്നു ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. ഞാൻ ഈ ഇൻട്രോ എടുക്കുമ്പോഴും 22 എന്നുള്ള രീതിയിലാണ് എൻ്റെ മൈൻഡ് ചെയ്യുന്നത്, പക്ഷേ അത് 14-ാം തീയതി വരെ ഉള്ളായിരുന്നു.
ഫ്രണ്ട്സ് അടുത്ത് വന്നേക്കുന്നത് ടോയ്സിൻ്റെ ഒരു സെക്ഷനാണ്. അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർഫുള്ളുള്ള ടോയ്സാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇതൊക്കെ നമ്മളെ തന്നെ ഇത്ര ആകർഷിക്കുന്ന കുഞ്ഞുങ്ങളാദ്യം പറയേണ്ടതില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു JCB ഉണ്ട്. JCB നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് ബാറ്ററി എന്ന് ഇട്ട് ഓടിക്കുന്നതല്ല, കൈ കൊണ്ട് തന്നെ ചുമ്മാ തള്ളിവിട്ട് ഓടിക്കുന്ന അങ്ങനെയുള്ള ഷേപ്പ് സംഭവമാണ് അതിൻ്റെ ടോയ്സിൻ്റെ ഐറ്റംസ്. പിന്നെ നമുക്ക് ടാറ്റു ചെയ്യുന്ന, അതായത് നമ്മൾ മെഹന്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. അത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായ സംഭവം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു വിർച്വൽ റിയാലിറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗൂഗിൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ റൈഡിലൂടെ കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയാണ് ഈ വിർച്വൽ റിയാലിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ കൂടെ നിൽക്കുന്ന മകന് കയറണം എന്നുള്ള ഒരു വാശിയായി. അങ്ങനെ ഞാൻ 2 വട്ടം പറഞ്ഞ് പേടിക്കും അതാന്ന് എനിക്ക് പറഞ്ഞു, പക്ഷേ ഒരു രക്ഷയില്ല. അങ്ങനെ പുള്ളി കയറണം എന്നുള്ള വാശിയിൽ അങ്ങനെ പുള്ളിയെ നമ്മൾ അതിന് VR ഉപയോഗിച്ച് ഉള്ള ഒരു പരിപാടിക്ക് പേയ്മെൻറ്റ് വരുന്നത് ഏകദേശം 100 രൂപയാണ് ഒരൊറ്റ ഒരു വീഡിയോയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം കരുതിയത് പുള്ളിക്കാരൻ പേടിക്കുമെന്നാണ്, പക്ഷേ അവൻ പേടിച്ചൊന്നുമില്ല, കൂളായിട്ട് നിന്നു. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം ഇട്ടേക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ആവും. നമ്മളെ ആ ഒരു റൈഡെന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് റിയലായിട്ട് ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം അത് ഒരുപോലെ എന്താ പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ വേറെയും കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അതിനകത്ത് ഒരു റൈഡ് കൊടുത്തുകൊണ്ട് അത് തയ്യെ നമ്മളൊരു ബ്രെയിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ തനിയെ നിന്ന് ആടും. അപ്പം നിലവിളിയും കാര്യങ്ങളൊക്കെ വിചാരിച്ച, പക്ഷേ അതൊന്നുമില്ല, ആൾ കൂളായിട്ട് തന്നെ നിന്ന് ആ റൈഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മളെ കൊല്ലത്തില്ല, അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നല്ല രീതിയിൽ അത് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് RGB ലൈറ്റ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ റഷ് കൂടി അത് ഒന്നിൽ കൂടുതൽ VR ഡിവൈസ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തു. അതെന്തായാലും വെറൈറ്റി സംഭവം തന്നെയായിരുന്നു അത്. UPI से पेमेंट करो and get a chance to win rewards. എങ്ങനെയുണ്ടായിരുന്നു? സാന്റാക്ലാസിന്റെ അതെ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പലതരത്തിലുള്ള സ്റ്റോളുകൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നേരെ ആ ഫ്ലെക്സിൽ കാണാൻ പറ്റുന്നത് സെൽഫി പോയിൻ്റ് എന്നുള്ള ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത് എക്സോട്ടിക് പെറ്റ്സുകളെ കൊണ്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അതും 100 രൂപയാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനകത്ത് അവിടെ ഇഗ്വാന ഉണ്ട്, നമ്മളെ പൈത്തനുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെക്കാവോ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവിടെ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഏകദേശം 100 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിനകത്തോട്ടും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തോട്ടൊന്നും കൂടെ നിന്നില്ല. പിന്നെ ഒരു കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു നെൽമണിയിൽ പേരെഴുതി കൊടുക്കപ്പെടും എന്നുള്ളൊരു ബോർഡ് കണ്ടു. അങ്ങനെ ആ ചേട്ടൻ നെൽമണിയിൽ പേരെഴുതിയാണെന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതല്ല, അവിടെ വേറെന്തോ പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. അതായത് നമ്മൾ ഈ മോതിരത്തിനകത്തുള്ള പേരെഴുത്തും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അരിമണി അവിടെ കിടപ്പുണ്ട്, പക്ഷേ ഞാൻ കൂടുതൽ ചോദിക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുന്തിരിക്കം, ചാമ്പ്രാണി എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇതിൻ്റെ ലാസ്റ്റ് വന്നിരിക്കുന്ന സംഭവമാണ് നമ്മളെ ഈ ഒരു പലതരത്തിലുള്ള പൊട്ടാസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. അപ്പം അതിനും മകന് കയറണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ പേടിക്കും, വീട്ടിൽ കിടന്ന് ഇതാന്നൊക്കെ പറഞ്ഞ് പതുക്കെ കൺവിൻസ് ചെയ്ത് പതുക്കെ കഴിഞ്ഞ് കൊണ്ടുപോയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഗോസ്റ്റ് ഹൗസിന് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 100 രൂപയായിരുന്നു അതിനും കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ പല റൈഡുകൾ, അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ ഈ ഒരു കൊല്ലത്ത് നടന്ന ഈ ഒരു ഷോയെ കാട്ടി നല്ല രീതിയിലുള്ള റൈഡുകളുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ചഷനായിരുന്നു. നല്ല രീതിയിൽ ആൾക്കാരുടെ കഞ്ചഷൻ നമുക്ക് അനുഭവപ്പെട്ടു. കാര്യം കുറച്ച് ഏരിയ ഉള്ളൂ. നമ്മൾ ആശ്രാമ മൈതാനം പോലെ വലിയൊരു ഏരിയ ഇല്ല, ചെറിയൊരു ഏരിയ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഈ ഗ്രൗണ്ട് ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഈ പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള റൈഡ് ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ്. നമുക്ക് കൊല്ലത്ത് അത്ര ഇതില്ല, കുഞ്ഞുങ്ങൾക്കുള്ള റൈഡില്ല. പക്ഷേ ഇവിടെ റൈഡ് ഒരുപാടുണ്ട്, സ്ഥലപരിമിതിയുണ്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ആൾക്കാർ ഒരുപാടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു ഊഞ്ഞാല് പോലത്തുള്ള സംഭവം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതും ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ. പക്ഷേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ ജെയിൻ വീലുണ്ട്. ജെയിൻ വീലിനകത്തും ഈ ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു. കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് പറ്റും. കുഞ്ഞു റൈഡുകളുണ്ടല്ലോ, അതെല്ലാം നല്ല രീതിയിലുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മരണക്കിണറെന്ന് പറഞ്ഞ സംഭവം കാണാനുണ്ട്. അതൊന്നും നമുക്ക് ഫാമിലി ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്ന് കയറുന്നതായാലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതൊന്നും കയറിയില്ല. അപ്പം ഒന്ന് പെട്ടെന്നുള്ള ഒരു എന്താ പറഞ്ഞാൽ ഓട്ടപ്രദക്ഷിണം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തിഞ്ഞ് പോരുന്നത്. പിന്നെ നമുക്കിവിടെ സ്റ്റേജ് നല്ലൊരു സ്റ്റേജുണ്ട്. അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ 7 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ RGB ലൈറ്റിങ് നല്ല രീതിയിൽ എന്താ പറയുക അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഒരു റൈഡും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ RGB ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഗെയിംസ് കുറച്ചുണ്ടായിരുന്നു അവിടെ. നമുക്ക് ഇവിടെ അതൊക്കെ കുറവായിരുന്നു ഗെയിംസിൻ്റെ കാര്യങ്ങൾ. ഗെയിംസ് എന്താ പറയുക ബോൾ ത്രോയും ഷൂട്ടിങ്ങും ഫുട്ബോൾ ത്രോയും അങ്ങനെയുള്ള പല പിന്നെ ഗെയിമുകൾ അത് ഒരുപാടുണ്ടായിരുന്നു. അതും എന്താ പറയുന്നത് ഒരു തരത്തിലുള്ള ചൂതാട്ടം തന്നെയാണ്. ക്രൈസ് കയറി നമ്മൾ ഒരുപാട് കോയിൻസ് വാങ്ങിച്ച് നമ്മൾ ഇത് കളിക്കുന്ന ഒരു സെറ്റപ്പ് അവിടെ കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഇതും അതിലൊരു ഭാഗമാണ് ഈ റിങ് എറിയുന്ന ഒരു പരിപാടി. അതും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതൊക്കെ ഒന്ന് ഓൺ വൈസ് കൊടുക്കുകയാണ് ഞാൻ. കാര്യം അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് റെക്കോർഡ് ചെയ്ത് ഇടുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. കാര്യം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്തതിന് ശേഷം ഇരുന്ന് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഈ ഒരു സൗണ്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. ചിലപ്പം ഒരു മോഡുലേഷൻ വ്യത്യാസം കാണുക. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ബോൾ ത്രോയും കാര്യങ്ങളൊക്കെ ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വലിയൊരു ജെയിൻ വീലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ജെയിൻ വീൽ. നമ്മൾ അവിടെ നിന്നപ്പം അതിൻ്റെ ഒരു റൊട്ടേഷനും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാര്യം ആൾക്കാരൊക്കെ ഇറങ്ങുന്നേ ഉള്ളൂ. അത്യാവശ്യം തിരക്കായി വരുന്നേ ഉള്ളൂ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ട് നേരെ 2 തൊട്ട് എക്സിറ്റ് നോക്കി. എനിക്ക് എക്സിറ്റ് കിട്ടുന്നില്ലായിരുന്നു ഇറങ്ങാനുള്ള. അപ്പോൾ ജെയിൻ വീലിൻ്റെ അടുത്താന്ന് കരുതി. അപ്പോൾ അവിടെ അല്ല. പിന്നെയാണ് മനസ്സിലായത് തൊട്ടിപ്പുറത്തൂടെയുള്ള വഴിയാണെന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ആ പതുക്കെ എക്സിറ്റിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എക്സിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ബോർഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി എനിക്ക് മനസ്സിലാവാത്തതെന്ന് അറിയത്തില്ല. പതുക്കെ എക്സിറ്റ് കണ്ടുപിടിച്ച് പതുക്കെ ഇറങ്ങി. പക്ഷേ നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ തിരക്കായി തുടങ്ങി. ടിക്കറ്റ് കൗണ്ടറിനടുത്ത് ഏകദേശം എന്താ പറയുന്നത് നമ്മൾ സിനിമയ്ക്കൊക്കെ ആൾക്കാർ വരുത്ത ആ ഒരു തിരക്ക് നല്ല രീതിയിൽ അവിടെ അനുഭവപ്പെട്ടു തുടങ്ങി. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7 മണി 7:30 ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ദിവസമായതുകൊണ്ടായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കും ആയിരിക്കാം. അപ്പം എന്തോ വണ്ടികളും കാര്യങ്ങളൊക്കെ മെയിൻ റോഡാണ് അത് കണ്ട് നമ്മൾ ആ ട്രാൻസ്പോർട്ട് ബസ് പോയത്. ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ കൊല്ലം പുനലൂർ ഫെസ്റ്റ് കാണാനായിട്ട് വന്ന ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്താണ്ട കുഞ്ഞാളും വലിയ ആളും ഒക്കെ ഉണ്ട്. മറ്റേ ആളെന്ത് ചെയ്യും നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ കൊല്ലത്തിൻ്റെ അത്ര ഒരു പവറില്ല. എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ കയറിയൊന്ന് കണ്ടതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.